എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. 2026 IPL ചരിത്രത്തിന്റെ താളുകളിൽ സ്വർണ്ണലിപികളാൽ എഴുതപ്പെടാൻ പോകുന്ന കാണികളുടെ രോമാഞ്ചം ഇനിയും അടങ്ങാത്ത ആ ഐതിഹാസിക പോരാട്ടത്തിന് ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചപ്പോൾ അവിടെ പിറന്നത് വെറുമൊരു വിജയമായിരുന്നില്ല, മറിച്ച് ക്രിക്കറ്റ് എന്ന കളിക്കപ്പുറം മനുഷ്യത്വത്തിന്റെയും ആദരവിന്റെയും ഉന്നതമായ മാതൃകയായിരുന്നു. സ്വന്തം തട്ടകത്തിൽ വെച്ച് ഡൽഹി ക്യാപിറ്റൽസിനെ 8 വിക്കറ്റുകൾക്ക് തകർത്തെറിഞ്ഞ ചെന്നൈ സൂപ്പർ കിങ്സ് പോയിന്റ് ടേബിളിൽ തങ്ങളുടെ ആധിപത്യം ഉറപ്പിച്ചപ്പോൾ സ്റ്റേഡിയത്തിൽ ഉയർന്നത് വെറുമൊരു ആഹ്ലാദാരവമായിരുന്നില്ല, മറിച്ച് കായിക ലോകം ദശകങ്ങളോളം ഓർത്തിരിക്കാൻ പോകുന്ന ഒരു വികാരനിർഭരമായ കാഴ്ചയുടെ തുടക്കമായിരുന്നു. അമ്പയർ മത്സരത്തിന്റെ അവസാന പന്തിനുശേഷം കൈകൾ ഉയർത്തിയ നിമിഷം തോൽവിയുടെ കയ്പിൽ തകർന്നുപോയ ഡൽഹി നായകൻ അക്ഷർ പട്ടേൽ മൈതാനത്തിന്റെ മധ്യഭാഗത്ത് കാണിച്ച ആ പ്രവൃത്തി ഓരോ ക്രിക്കറ്റ് പ്രേമിയുടെയും കണ്ണുകളെ ഈറനണിയിച്ചു. തന്റെ ടീമിനേറ്റ കനത്ത പരാജയത്തിന്റെ നിരാശ ഉള്ളിലൊതുക്കി വിനയത്തിന്റെ ആൾരൂപമായ അക്ഷർ പട്ടേൽ ചെന്നൈ ക്യാപിറ്റൽസിന്റെ ക്യാമ്പിലേക്ക് നടന്നു ചെന്നത് സഞ്ജു സാംസൺ എന്ന പ്രതിഭയെ ആദരിക്കാനായിരുന്നു. മൈതാനത്തിന്റെ മധ്യത്തിൽ സഞ്ജുവിനെ കണ്ടുമുട്ടിയ അക്ഷർ തന്റെ 2 കൈകളും കൂപ്പി ആദരവോടെ വണങ്ങിയപ്പോൾ ലോകം മുഴുവൻ ഒരു നിമിഷം സ്തംഭിച്ചു നിന്നുപോയി. സഞ്ജു സാംസൺ അന്ന് പുറത്തെടുത്ത 87 റൺസിന്റെ ആ പ്രളയസമാനമായ ഇന്നിംഗ്സിനു മുന്നിൽ താൻ പൂർണ്ണമായും കീഴടങ്ങിയിരിക്കുന്നു എന്നതിന്റെ പരസ്യമായ പ്രഖ്യാപനമായിരുന്നു ആ കൈക്കൂപ്പൽ. ഏത് തന്ത്രങ്ങൾക്കു മുകളിലായിരുന്നു സഞ്ജുവിന്റെ ബാറ്റിംഗ് എന്ന് അക്ഷർ നിശബ്ദമായി സമ്മതിക്കുകയായിരുന്നു. എന്നാൽ സ്റ്റേഡിയത്തെ കണ്ണീരിലാഴ്ത്തിയ യഥാർത്ഥ രംഗം അവിടം കൊണ്ടും അവസാനിച്ചില്ല. സഞ്ജുവിനെ വണങ്ങിയ ശേഷം അക്ഷർ നേരെ നടന്നത് ഇന്ത്യൻ ക്രിക്കറ്റിലെ ഇതിഹാസം മഹേന്ദ്ര സിംഗ് ധോണിക്കരികിലേക്കായിരുന്നു. തിങ്ങി നിറഞ്ഞ 10,000-കണക്കിന് കാണികളെയും ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് തത്സമയ പ്രേക്ഷകരെയും സാക്ഷിയാക്കി യാതൊരു മടിയുമില്ലാതെ അക്ഷർ പട്ടേൽ ആ മഹാനായ തലയുടെ പാദങ്ങളിൽ തൊട്ട് വന്ദിച്ചു. ഒരു നായകൻ മറ്റൊരു നായകന്റെ പാദങ്ങളിൽ വീണ് അനുഗ്രഹം തേടുന്ന ആ കാഴ്ച ഭാരതീയ സംസ്കാരത്തിന്റെയും ഗുരുശിഷ്യ ബന്ധത്തിന്റെയും ഏറ്റവും മനോഹരമായ മാതൃകയായി മാറി. ഗാലറികളിൽ നിന്നുയർന്ന കരഘോഷം ഡൽഹിയുടെ ആകാശത്തെ പിടിച്ചുലയ്ക്കുന്നതുപോലെ തോന്നിപ്പിച്ചു. തന്റെ പരാജയത്തിന്റെ കയ്പിനേക്കാൾ ഉപരിയായി മുതിർന്നവരോടുള്ള ബഹുമാനത്തിനും കായിക മര്യാദയ്ക്കും വില നൽകിയ അക്ഷർ പട്ടേൽ ക്രിക്കറ്റ് വെറുമൊരു കളിയല്ലെന്നും അതൊരു വികാരമാണെന്നും ഒരിക്കൽ കൂടി തെളിയിച്ചു. ക്യാമറ കണ്ണുകൾ ഈ അപൂർവ നിമിഷം ഒപ്പിയെടുക്കാൻ മത്സരിക്കുകയായിരുന്നു. മത്സരത്തിനു ശേഷം ഇടറിയ തൊണ്ടയോടെ അക്ഷർ പട്ടേൽ പറഞ്ഞ വാക്കുകൾ ഓരോ ആരാധകന്റെയും ഹൃദയത്തിൽ തറയ്ക്കുന്നതായിരുന്നു. ഇന്ന് ഞങ്ങൾ മത്സരം തോറ്റിരിക്കാം, പക്ഷേ സഞ്ജുഭായിയുടെ ബാറ്റിംഗിനും ധോണിഭായിയുടെ തന്ത്രങ്ങൾക്കും മുന്നിൽ തലകുണിക്കുന്നത് എനിക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ബഹുമതിയാണ് എന്ന് അദ്ദേഹം വിതുമ്പിക്കൊണ്ടു പറഞ്ഞു. ധോണി തന്നെപ്പോലെയുള്ള ഒട്ടനവധി താരങ്ങളെ വളർത്തിയെടുത്ത ഗുരുവും സഞ്ജു പോലുള്ള ഒരു മാന്യനായ കളിക്കാരന് മുന്നിൽ കൈകൂപ്പുന്നത് അദ്ദേഹത്തിന്റെ അതുല്യമായ ഇന്നിംഗ്സിനുള്ള തന്റെ ചെറിയൊരു സലാം മാത്രമാണെന്നും അക്ഷർ കൂട്ടിച്ചേർത്തു. ക്രിക്കറ്റ് വിദഗ്ധർ വിലയിരുത്തുന്നതുപോലെ സഞ്ജുവിന്റെയും ധോണിയുടെയും ഈ സഖ്യം ഡൽഹിയെ പരാജയപ്പെടുത്തിയത് മൈതാനത്ത് മാത്രമല്ല, മറിച്ച് എതിർ ടീം ക്യാപ്റ്റന്റെ ഹൃദയത്തിൽ കൂടിയാണ്. അക്ഷർ പട്ടേലിന്റെ ഈ സംസ്കാരവും സഞ്ജു ധോണി കൂട്ടുകെട്ടിന്റെ മാന്ത്രികതയും ഇന്ന് സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിക്കഴിഞ്ഞു. എന്റെ പ്രിയപ്പെട്ട ക്രിക്കറ്റ് ആരാധകരെ, ഡൽഹിയുടെ തോൽവിക്ക് ശേഷവും അക്ഷർ പട്ടേൽ കാട്ടിയ ഈ മഹത്തായ വിനയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? തോൽവിയിലും ഇത്രയേറെ അന്തസ്സോടെ പെരുമാറിയ അക്ഷർ പട്ടേൽ ലോകത്തിന്റെ ഹൃദയം കീഴടക്കിയെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ റെസ്പെക്ട് ഫോർ അക്ഷർ, സഞ്ജു, ധോണി എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ധോണിയുടെ മാർഗനിർദ്ദേശത്തിലും സഞ്ജുവിന്റെ നിസ്വാർത്ഥമായ നേതൃത്വത്തിലും ചെന്നൈ ഇത്തവണ IPL കിരീടം ചൂടി പുതിയ ചരിത്രം കുറിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.